ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ രാഗിൻ മരിയ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന്. ഞാൻ ഇനി ഒരിക്കലും വീഡിയോ ചെയ്യരുത് അല്ലെങ്കിൽ ഇനി റീസ്റ്റാർട്ട് ചെയ്യരുത് എന്നൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങരുത് എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങളുടെ നല്ല ഒരു സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ കടന്നുപോയ ചില സാഹചര്യങ്ങളെക്കുറിച്ച് ചില സൂചനകൾ നൽകിയാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത്. അപ്പം 2024 ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നല്ല അധികം, ഞാൻ പറഞ്ഞു, ഒരു 100-300 സബ്സ്ക്രൈബേഴ്സ് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്ത്. പക്ഷേ ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് അത്രയൊരു എന്താ പറയുക, അടുത്ത സുഹൃത്തുക്കളും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സൂചിപ്പിച്ചല്ലോ, അങ്ങനെയൊക്കെ കാരണമാണ് ആ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. പിന്നെ വീണ്ടും ഇപ്പോൾ ഞാൻ തുടങ്ങി. അപ്പം ഇതിന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയണം. അപ്പം ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ ചേർത്ത് പിടിച്ച കുറച്ച് മനുഷ്യരെക്കുറിച്ച് ഒന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിച്ച് തുടങ്ങാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും 2024 എന്നൊരു വർഷം ജനുവരി നമ്മൾ നമ്മുടെ 2 ഫാമിലി ഉണ്ടായിരുന്നു ഇവിടെ. നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലിയായിരുന്നു. അവരുടെ ഒപ്പമാണ് ഞങ്ങൾ ഈ ഒരു 2024 ജനുവരി സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം 2024 ജനുവരി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ 2024 ജനുവരി സ്റ്റാർട്ട് ചെയ്തു. വളരെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയി. ഫെബ്രുവരി മാസം ഞങ്ങളുടെ 2024 ഞങ്ങളുടെ ഫസ്റ്റ് നഷ്ടം ഞങ്ങൾക്ക് സംഭവിക്കുന്നത് ഫെബ്രുവരിയാണ്. 2024 ഫെബ്രുവരി 25 ഞങ്ങൾ ഡോറ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായക്കുട്ടി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതിൽ നിന്നൊക്കെ മറികടക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാനും ചിലരുടെയൊക്കെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരു നായക്കുട്ടി നഷ്ടപ്പെട്ട ഇത്രമാത്രം സ്റ്റാറ്റസ് ഇടാനും മാത്രമൊക്കെ ഉണ്ടോയെന്ന് പണ്ട് ഞാനും ചിന്തിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ നമുക്കത് ഏൽപ്പിക്കുന്ന ഒരു മുറിവെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മുറിവായിരുന്നു. അതായിരുന്നു 2024 ഫസ്റ്റത്തെ ഇൻസിഡൻറ്റ്. അവിടെ മുതൽ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ 8 വർഷമായി. അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി ഞങ്ങൾക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന സാഹചര്യം അതിൻ്റെ ഇടയ്ക്കുണ്ടായി. അങ്ങനെ പല 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 കാര്യങ്ങൾ, പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു വർഷമായിരുന്നു ഞങ്ങളുടെ 2024 എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ അതൊന്നും, അതിനിടയ്ക്ക് തന്നെ ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് കുറേ ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും കളിയാക്കലുകളും ചിരികളും ഒക്കെ. നമ്മൾ ഏതൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് അറിയാൻ ശ്രമിക്കാതെ എന്നേ ഞാൻ പറയുള്ളൂ. അറിഞ്ഞിട്ടെന്ന് ഞാൻ പറയില്ല, അറിയാൻ ശ്രമിക്കാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന കുറേ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടായി. അവരെക്കുറിച്ചല്ല ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ മനുഷ്യരെ കുറിച്ചാണ്. ഞാൻ ഇന്നലെ വീഡിയോ ഇങ്ങനെ ഞാനിപ്പോൾ 1 മാസമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആരോടും പറഞ്ഞൊന്നുമില്ല, അങ്ങനെ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെയാണ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുത്തത്. അപ്പോൾ അതിനെനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത്. കാരണം എന്നെ അത്ര സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ഭയങ്കര ഒരു, എന്താ പറയുക, ഈ ഒരു സമയത്ത് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല. എന്താ പറയുക, അത്രയും ഒരു വിഷമത്തിലൂടെ പോകുന്ന അല്ലെങ്കിൽ ചില നഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന കുറേ നല്ല മനുഷ്യരുണ്ട്. അവരെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് സംസാരിക്കണം എന്ന് പറയുന്നത്. ഫസ്റ്റ് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു വിഷമം ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു ഹസ്ബൻഡിനെയാണ്. എൻ്റെ ഒരു ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു വലിയൊരു സപ്പോർട്ടാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലി,
പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ഞാൻ ഇതാക്കുന്നില്ല. പക്ഷേ എന്നാലും എന്നെ ചേർത്ത് പിടിച്ച, എന്താ പറയുക, നിനക്ക് എന്താണ് വിഷമം, അല്ലെങ്കിൽ എൻ്റെ ഒരു സൗണ്ട് മാറിയാൽ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പം തന്നെ ഞാൻ ഷെയർ ചെയ്തപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു, നീ സ്റ്റോപ്പ് ചെയ്യരുത്, നീ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ എന്താ പറയുക, എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലാത്ത കുറച്ച് ആളുകളുണ്ട്. അവരോടൊക്കെ ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. നമ്മുടെ ജീവിതത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഛേദമില്ലാത്ത ഒരു ഉപകാരമാണ്. ഇപ്പോൾ വിഷമിച്ചിരിക്കുന്ന ഒരാളെ സമാധാനിപ്പിക്കുക, അല്ലെങ്കിൽ കൂടെ നിർത്തുക. ഇനി ഈവൻ നിങ്ങൾക്ക് അതിന് പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ അവരെ വിഷമിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക, നിങ്ങൾ കോർണർ ചെയ്യാതിരിക്കുക. അവരുടെ സാഹചര്യത്തിലൂടെ നിങ്ങൾ, എന്താ പറയുക, നമുക്കൊരു പ്രോവർബുണ്ട്, നമ്മൾ ഒരാളുടെ ഷൂവിൽ നമ്മളിന്ന് കയറി സഞ്ചരിക്കുന്നു, അയാളുടെ ഷൂവിൻ്റെ അകത്ത് നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴേ അയാൾ ഏതൊക്കെ വിഷമത്തിലൂടെ കടന്നു പോയെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ജഡ്ജ് ചെയ്യാതിരിക്കുക. ഇപ്പം ഇനി ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കമൻസൊക്കെ കിട്ടും. എനിക്ക് അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഞങ്ങളെ ചേർത്ത് പിടിച്ച, കൂടെ നിന്ന, എന്താ പറയുക, ഓരോ സമയവും നീ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ എല്ലാവരോടും ഒരുപാട് നന്ദി. എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് മനുഷ്യർ ഉണ്ട്, അവർക്കും പ്രത്യേകം നന്ദി പറയണം ഈ ഒരു വീഡിയോയിൽ കൂടെ. അപ്പം ഇപ്പോൾ ഞങ്ങൾ ഏപ്രിൽ 15-നാണ് പോവുക, ഇവിടുന്ന് പോസ്റ്റിംഗ് ഔട്ടായി പോവുക. അതിന് മുന്നേ ഞാൻ വീടും കോട്ടേഴ്സൊക്കെ കാണിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തിരക്കാണ്. ഇപ്പോൾ പാക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിട്ട് ഇങ്ങനെ പോവാണ്. അതുകൊണ്ടാണ് കാണിക്കാത്തത്. അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കാം. നിങ്ങളുടെ സജഷൻസൊക്കെ പറയട്ടോ. ഇനി എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു Q&A ഒക്കെ പോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്തതിന്. ഇത്രയും ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി വരും വീഡിയോകളിൽ കൂടുതൽ കാര്യങ്ങളായിട്ട്, കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം സപ്പോർട്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാതെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.